സോ വെൽക്കം ബാക്ക് ഗൈസ്. സോ നമ്മൾ ഈ വീഡിയോക്ക് നോക്കാൻ പോകുന്നത് ഈസി EDAയ്ക്കകത്ത് നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. സോ ആദ്യമായും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ചിൽ ഈസി EDA എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഈസി EDA എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ വരുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിസൈൻ ഓൺലൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഡിസൈൻ ഓൺലൈൻ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈനാണ്. ഓക്കെ, സോ ഡിസൈൻ ഓൺലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പം ഈ ഒരു ട്യൂട്ടോറിയലിനകത്ത് മൊത്തം കവർ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എഡിഷനിലായിരിക്കും. നമ്മൾ അപ്കമിങ് വീഡിയോസിൽ നമ്മൾ പ്രോ എഡിഷനെ പറ്റിയും വീഡിയോ എടുക്കും. ഓക്കെ, സോ നമ്മൾ തൽക്കാലം ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എഡിഷൻ ആയിരിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് എഡിഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പേജ് ലോഡാവും. ഓക്കെ, ആൻഡ് ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്കിപ്പ് ചെയ്ത് കളയാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രജിസ്റ്റർഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ID, ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാം അക്കൗണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ID വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു മെയിൽ ID വെച്ച് ഞാൻ ലോഗിൻ ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഫസ്റ്റ് യൂസർ ആണെങ്കിൽ ലാൻഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് സർവേ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാം. ലൈക്ക് ന്യൂസ് ലെറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ബാക്കി ഏതിലൊരെണ്ണം കൊടുത്താൽ മതി. പേഴ്സണലോ വർക്കെന്നോ ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുക. എന്നിട്ടൊരു റാൻഡമായിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ഇത് എനിക്കൊന്ന് ജസ്റ്റ് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫില്ല് ചെയ്തോ. അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു സർവേ എടുക്കുന്നതാണ്. അത് വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് എഡിഷനിനകത്ത് ഡിസൈൻ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്രോ എഡിഷൻ അല്ല, സ്റ്റാൻഡേർഡ് ഡിസൈൻ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതായിരിക്കും നിങ്ങളുടെ ലാൻഡിങ് പേജ്. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു ഇൻ്റർഫേസ്. ആൻഡ് ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ PCB ഡിസൈൻ ചെയ്യാൻ പോകുന്നതും നമ്മൾ ഈ ഒരു ഏരിയക്കകത്താണ്. ഓക്കെ, സോ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കിനി കമ്മിങ് വീഡിയോസിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്.